ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സദ്യ സ്റ്റൈൽ ക്യാബേജ് ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാനാണ്. ഞങ്ങളുടെ നാട്ടിൽ തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതിന് ഉപ്പേരി എന്നാണ് പറയുക. ചിലയിടത്തൊക്കെ തോരനായിരിക്കും. ആദ്യം ഒരു പകുതി ക്യാബേജ് ഇതുപോലെ ഇങ്ങനെ പൊടിയായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞു ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ഇതൾ കരിവേപ്പില ചേർക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതേപോലെ ഒരു 1/4 സ്പൂൺ മുളക് പൊടി ചേർക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഒരു 1/2 സ്പൂൺ വരെ ഇടാവുന്നതാണ്. ഓൾറെഡി ഇതിനകത്ത് പച്ചമുളക് ഉള്ളതുകൊണ്ട് അത്ര എരിവ് മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. ഇതിപ്പോൾ ഒരു വലിയ ക്യാബേജിൻ്റെ പകുതി ഉണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ഇപ്പോൾ ചേർക്കാം. ഇനി ഇതിലേക്ക് 3-4 ഡ്രോപ്പ് വെളിച്ചെണ്ണ ചേർക്കാം. ഇനി ഇത് കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിക്കുക. ഇതിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റ് ഇങ്ങനെ വെച്ചേക്കുക. പിന്നെ എടുത്ത് അങ്ങനെ ഡയറക്റ്റായിട്ട് ഉപ്പേരി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായി ഇങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്യണം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു 1/4 മുതൽ 1/2 സ്പൂൺ വരെ ഉഴുന്നുപരിപ്പ് ചേർക്കാം. ഉഴുന്നുപരിപ്പ് ചുവന്ന് തുടങ്ങി. ഇനി ഒരു ഉണക്കമുളക് ചേർക്കാം. കറിവേപ്പില ഓൾറെഡി ക്യാബേജിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. ഇത് നന്നായി ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ക്യാബേജിൻ്റെ കൂട്ട് ചേർക്കാം. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ചെറിയ തീയിലിട്ട് അടച്ചു വെച്ച് ആ ആവി വെള്ളത്തിൽ തന്നെ ഇത് വേവണം. അപ്പോഴാണ് ഇതിൻ്റെതായ ടേസ്റ്റ് കിട്ടുക. ഇത് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ചു വെക്കാം. ഇപ്പോൾ ഇത് തുറന്ന് വെച്ച് ഇനി നമുക്ക് നന്നായി മൊരിയിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള തേങ്ങ കൂടെ ചേർക്കാം. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ നന്നായി മൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ നല്ല സദ്യ സ്റ്റൈൽ ക്യാബേജ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വെറുതെ വാരി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് സെർവ് ചെയ്യാം.